9,000 കോടി രൂപ. ഇത്രയും വലിയൊരു എമൗണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ ഒരു ഫണ്ടിലേക്ക് ഒഴുകുകയാണ്. അത് ഏതാണെന്നറിയോ? ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ്. എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷേ കൺഫ്യൂഷൻ ആണ്. ഏത് ഫണ്ട് തിരഞ്ഞെടുക്കണം? ലാർജ് ക്യാപ്പോ, മിഡ് ക്യാപ്പോ, സ്മോൾ ക്യാപ്പോ? മാർക്കറ്റ് താഴെ വീണു പോകുമോ? എൻ്റെ ഫണ്ട് നഷ്ടപ്പെട്ടു പോകുമോ? ഇത്തരത്തിലുള്ള പേടിയാണ് എല്ലാവർക്കും ഉള്ളത്. ഇവിടെയാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് അനുസരിച്ച് ഈ ഫണ്ടുകൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നതിൽ കംപ്ലീറ്റ് സ്വാതന്ത്ര്യം ഇതിലെ ഫണ്ട് മാനേജർക്കുണ്ട്. മാർക്കറ്റ് മോശമാവുന്ന സമയത്ത് കൂടുതൽ സേഫ് ആയിട്ടുള്ള കമ്പനികളിലേക്കും മാർക്കറ്റ് മെച്ചപ്പെടുന്ന സമയത്ത് കൂടുതൽ റിട്ടേൺ തരുന്ന കമ്പനികളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് മാനേജർക്ക് കഴിയും. കറന്റ് ടോപ്പ് പെർഫോമൻസ് കാണിക്കുന്ന 3 ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തേത് വരും JM ഫ്ലെക്സി ക്യാപ് ഫണ്ട്, മറ്റൊന്ന് HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ആണ്, മൂന്നാമത്തേത് പരാഗ് പരീഖിന്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. സോ ഇതിൽ നിങ്ങളുടെ ചോയ്സ് എന്താണെന്നും ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളെ കുറിച്ചുള്ള ഡൗട്ട്സും കമന്റിൽ പറയാം. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.